ഹലോ ഗൈസ്, നിങ്ങൾ സ്വന്തം വൈറ്റ് മച്ചാൻ. അപ്പോൾ നമ്മളുള്ള വീട്ടിലാണ്. എന്താ പറയുക, നമ്മളൊരു ഫുൾ വ്ളോഗ് എടുത്തിട്ട് കുറേ കാലമായിട്ട് കുറേ കാലം നമ്മൾ അന്ന് ആ ട്രിപ്പ് ഓൾ ഇന്ത്യ ട്രിപ്പ് പോയ സമയത്ത് വ്ളോഗ് എടുത്തിരുന്നു. അപ്പോൾ നമ്മളെ ഓൾ ഇന്ത്യ പോയ ട്രിപ്പ് വണ്ടിയൊക്കെ നമ്മൾ സെയിൽ ചെയ്തു. എന്താ പറയുക, കുറച്ച് എന്താ പറയുക ഫണ്ടിനൊക്കെ അത്യാവശ്യം വന്നപ്പോൾ സെയിൽ ചെയ്തു. പിന്നെ നമ്മൾ അതിന് ശേഷം എടുത്ത വണ്ടിയൊക്കെ നമ്മൾ വീട്ടിലുണ്ട് കേട്ടോ. അത് ആക്ച്വലി എൻ്റെ ഒരു എളാപ്പാൻ്റെ വണ്ടിയാണത്. ആക്ച്വലി മറ്റു വണ്ടി കാണിച്ചിട്ടാണല്ലോ, ചാവി പോയി. അതെ, അതിൻ്റെ ശേഷം നമ്മൾ ചെറിയൊരു വിലക്ക് ഒരു പഴയ സാധനം എടുത്തിരുന്നു. വേണ്ട, CD 100 ആണ്. ഏകദേശം 32 വയസ്സ് പ്രായമുള്ള വണ്ടിയാണ് കേട്ടോ. 32ാമത്തെ കൊല്ലമാണ് ഇപ്പോൾ ഈ വണ്ടിയുള്ളത്. 93 മോഡൽ കേട്ടോ. 93 മോഡൽ ഇപ്പോഴും പടക്കുതിര സാധനമാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ എല്ലാം ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ എന്താ ചെയ്യുക, നമ്മൾ ചെറിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് മറ്റേ വണ്ടി വിറ്റു. പിന്നെ അതിമൊന്ന് ഇങ്ങനെ അപ്പോൾ ഈ ഒരു ചെറിയ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ലോക്കലോട്ടത്തിനായിട്ട്. അങ്ങനെ ഒരു പഴയൊരു പടക്കുതിരടുത്താണ് നല്ലൊരു വിലക്ക് കിട്ടിയപ്പോൾ പൊക്കിക്കൊണ്ടുവന്ന്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വണ്ടി അതായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് എടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 350 എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് എടുത്തിട്ടുണ്ട്. അത് ഈ കാണുന്ന ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ബ്ലൂ കളറ് 22 ലാസ്റ്റ് മോഡൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പം നിലവിൽ ഞാൻ ഉപയോഗിക്കുന്ന 2 വണ്ടികൾ. അങ്ങനെ നമ്മൾ റാസഡാറിലായി നമ്മൾ ട്രിപ്പ് പോയിരുന്നു. ആ വണ്ടി ഞാൻ കൊടുത്തു. എന്താ പറയുക, അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഇപ്പോൾ എനിക്കത് പൈസ ഉണ്ടെങ്കിൽ തിരിച്ചെന്നെ എടുക്കണം എന്നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ പറയുക, അങ്ങനെ ഒരു അത്യാവശ്യം ഘട്ടത്തിൽ കൊടുത്തു പോയി. നമ്മളിത് ഈ ഗോപ്രോൺ ആക്കിയിട്ട് തന്നെ ഏകദേശം 4-5 മാസമായിട്ട് ഗോപ്രോൺ ആക്കിയിട്ട് യൂസേ ഇല്ല. S24 കിട്ടിയപ്പോൾ അതിൽ തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കൽ. ഇപ്പോഴത്തെ കോമഡി എന്താ വെച്ചാൽ, ഫോണ് കേടന്ന്. ഫോൺ എല്ലാവർക്കും സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ മൈക്ക് എന്താ പറയുക, ഗ്രീൻ ലൈനാണ് ഇഷ്യൂ. ഗ്രീൻ ലൈന്, പച്ച ലൈന്, വെള്ള ലൈന്. ലൈനില്ലാത്തവർക്കൊക്കെ ലൈനാണ് ഇപ്പോൾ. സ്വന്തമായിട്ട് ലൈനില്ലാത്തവർക്ക് സാംസങ്ങിൻ്റെ വക ലൈന് വരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല വന്നത്. എനിക്ക് നേരെ തിരിച്ചുണ്ടായത്. അതായത് എൻ്റെ ഫോണിൻ്റെ മൈക്ക് ഓട്ടോമാറ്റിക് അടിച്ചാണ്ട് പോയി. എന്നെ കാണുന്നുണ്ട് ഗൈസ്. ഞാൻ ഇപ്പോൾ ബേസിക് ക്വാളിറ്റിയിലാണ് വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വിവോയുടെ ഏതോ ഒരു ചാത്തൻ ഫോണാണ്. ഇതിൽ 2K വീഡിയോ പോലും സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് ഇപ്പോൾ 1080p 30 FPS ഉള്ള വീഡിയോ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതാണ് ക്വാളിറ്റി നല്ല കുറവുണ്ടാവും. അപ്പോൾ അങ്ങനെ എനിക്ക് ഫോണിന് കിട്ടിയ പണി ഇതാണ്. ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ ഫോണായതുകൊണ്ട് ഇപ്പോൾ ഗൾഫിലോട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. ഗൾഫിലോട്ട് ടൂർ പോയിരിക്കുകയാണ് എൻ്റെ ഫോണ്. ഇനിയിപ്പോൾ ഇൻഷാല്ലാ ആക്ച്വലി അതിൻ്റെ ബോർഡിന് ചെറിയ ഇഷ്യൂ എന്തുകൊണ്ട് എന്താണെന്നറിയില്ല. എങ്ങനെ വന്നു ഒരു ഐഡിയ ഇല്ല. വെള്ളം കയറിയിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല. കമ്പനി എനിക്ക് ഫ്രീ ആയിട്ട് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം കേട്ടോ. എങ്ങനെയായാലും നമുക്ക് വാറണ്ടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ രീതിയിലും ചെയ്യാം. പിന്നെ സോഫ്റ്റ്വെയറിൽ കമ്പനി ഓരോരോ ഉടായ്പ തരാം. നിങ്ങൾ കേസുമായി മുന്നോട്ട് തന്നെ പോകട്ടെ, എന്നാലും നമുക്ക് അതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഒരു സംഖ്യ പൈസ ഡിസ്പ്ലേക്ക് ഒരു ഷോറൂമേൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ. അപ്പോൾ ഇന്ന് നമുക്ക് പരിപാടി എന്താ വെച്ചാൽ, ജസ്റ്റ് ഒരു കുഞ്ഞ പോക്കറ്റ് ഇറങ്ങി കേട്ടോ. നമ്മൾ വണ്ടിക്ക് വീലിൻ്റെ ബാക്കിൽ ചെറിയൊരു ബെൻഡ് എന്തോ ഉണ്ട്. റിമ്മിൽ സ്പോക്ക് ഉണ്ടല്ലോ, സ്പോക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാണ്ട്, എല്ലാ സ്പോക്കും ടൈറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ അടുത്ത് വളാഞ്ചേരി ഉണ്ട് ഇതിന് ചെയ്യുന്നൊരു ടീമും. അവിടെ നമ്മൾ വണ്ടി കണ്ട ദൂരം നിന്ന് കണ്ട ബ്ലാക്ക് പോലെയാണ് ചെയ്യണ്ട. ഒരു എന്താ പറയുക, ഡാർക്ക് ബ്ലൂ കളർ കേട്ടോ. വണ്ടി നൈസാണ്. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലും ബാക്കിൽ ABS വരുന്നുണ്ട്. ബാക്കിൽ ഡ്രമ്മിൽ ABS വരുന്ന സെൻസർ വരുന്ന സംഭവമാണ്. ഫ്രണ്ടിൽ ABS വരുന്നുണ്ട്. ഇതാണ് നമ്മൾ മമ്പറത്ത് പോയിട്ട് ചെയ്യുന്ന പരിപാടി കേട്ടോ. മമ്പറത്ത് ഏത് വണ്ടി എടുത്താലും എല്ലാവർക്കും അറിയുന്നതാവും. മമ്പറത്ത് പോയിട്ട് എന്താ പറയുക, ഈ കാണുന്ന ബർക്കത്തിൽ ഇതൊന്ന് കെട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതൊരു വല്ലാത്തൊരു ബർക്കത്ത് തന്നെയാണ് സംഭവം. ഞാനെടുക്കുന്ന എല്ലാ വണ്ടിയിലും, വീട്ടിലെടുക്കുന്ന എല്ലാ വണ്ടിയിലും ആ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. പൊതുവെ ആൾക്കാരെല്ലാവരും ചെയ്തു വരുന്ന സംഭവമാണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നു അന്നത്തെ പരിപാടി. അങ്ങനെ റോഡൊക്കെ പുരോഗമിച്ചിട്ടാ. പിണറായി ഞാനൊന്ന് പറഞ്ഞു ഞാനെ പറ്റി. ഇപ്പോൾ അതാ സർവീസ് റോഡ് കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. ഹൈവേ ഉണ്ടോ, ഫ്രണ്ടിൽ കാണുന്നുണ്ട് ഞങ്ങൾക്ക്. ഹൈവേ ആണ്. ഹൈവേയിൽ ബൈക്കിന് ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയണ്ടേ. അതൊരു ഇച്ചിരി എന്താ പറയുക, ഒരുമാതിരി പരിപാടിയായി പോയി. കാരണം വെച്ചാൽ നമ്മളെ ഈ ബൈക്ക് യൂസേഴ്സിൻ്റെയും കയ്യിൽ നിന്ന് എന്താ പറയുക പൈസ വാങ്ങുന്നുണ്ട് ഇവർ. ഒരു ലിഫ്റ്റ് ഉണ്ട്. ആരാണ് ഈ കൊടുക്കണം എന്താ അറിയില്ല. എന്തായാലും നമ്മൾ അറിഞ്ഞ ആളാണ് മൂപ്പരെ കയറ്റാം. എന്നാലേ ഞാൻ വളാഞ്ചേരിക്കാൻ പോണേ. വളാഞ്ചേരി വളാഞ്ചേരി
ആ അങ്ങനെ മൂപ്പരിക്കുള്ള ലിഫ്റ്റ് കൊടുത്ത് നമ്മൾ നേരെ വളാഞ്ചേരി. ഹൈവേയുടെ കാര്യമാണ്. എനിക്കെന്താ പറയുക, അതിനൊന്നും അങ്ങനെ ഒരു ഐഡിയ ഇല്ല, ധാരണ അല്ല എന്താ സംഭവം എന്നുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് ഹൈവേക്ക് കയറാൻ പാടില്ല എന്നാണ് ബൈക്കിന്. പക്ഷേ കോമൺലി ഇപ്പോൾ ബൈക്ക് നല്ല രീതിയിൽ ഹൈവേയിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇതുണ്ടോ, ഇതാണ് നമ്മളെ ഹൈവേ. ആൾക്കാർ ബൈക്കാണ് കടക്കരുതെന്നാണ് റൂള്. പക്ഷേ ബൈക്ക് ഓട്ടോറിക്ഷ എല്ലാം നിന്റെ ബാക്കിൽ കൂടെ ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഹൈവേയിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കയറാനുള്ളൊരു പെർമിഷൻ കൊടുക്കണം. കാരണം വെച്ചാൽ എന്താ പറയുക, ഈ പറഞ്ഞ ബൈക്കുകാരുടെ പൈസ, ഓട്ടോറിക്ഷക്കാരുടെ ടാക്സ് ഇതെല്ലാം വെട്ടിപ്പിടിച്ചിട്ട് തന്നെയാണ് ഇവരിതൊക്കെ പണിതുണ്ടാക്കിക്കണേ. അപ്പം ഞമ്മക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു ഇതല്ലേ, അതൊരു ശരിയല്ലല്ലോ. പിന്നെ അപകടം കഴിഞ്ഞിപ്പോൾ എങ്ങനെ നോക്കിയാലും ആൾക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ എങ്ങനെ ആയാലും ഏതെങ്കിലും ബൈക്ക് കൂടി അപകടം എങ്ങനെ നന്നാക്കിയാലും അപകടം വരാനുള്ളത് വരും. എന്താ പറയുക, അത് ഓരോന്നിനും റൂൾ അനുസരിച്ചാട്ടോ. ഏറ്റവും ബെസ്റ്റ് ബൈക്കുകൾക്കൊരു റൂട്ട് കൊടുക്കണം. ബൈക്ക് ഓട്ടോറിക്ഷയ്ക്ക് ഈ റൂട്ട്, ബാക്കി സ്പീഡ് ട്രാക്ക് അങ്ങനെ അങ്ങനെ ആ കാറ് പോകുന്നുണ്ടോ. ഇന്നൊരു സ്പീഡ് ലിമിറ്റൊക്കെ വെക്കുന്നുണ്ട്, എന്താ അവസ്ഥ 80 കിലോമീറ്റർ ഒക്കെ പറയുന്നത്. പക്ഷേ ഈ ഹൈവേയിൽ കയറാനുള്ള പ്രത്യേകത ചിലപ്പോൾ ഞാൻ തന്നെ പോകുന്നത് ഇപ്പോൾ ഏകദേശം 60 കിലോമീറ്റർ സ്പീഡിലാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക 60 കിലോമീറ്റർ സ്പീഡിലാണെന്ന് തോന്നില്ല. കാരണം വെച്ചാൽ ഒന്ന് റോഡ് ഇങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് നമ്മൾ സ്പീഡ് കുറവാണുള്ളത് ഇങ്ങനെ കൊടുത്ത് ചിലപ്പോൾ 100-ലൊക്കെ എത്തിയിട്ടുണ്ടാവും. മീറ്റർ നോക്കുമ്പോൾ ഇക്കാരം 100-ന്ന് കാണുന്നുണ്ടാവുക. അതാണ് ഇങ്ങനത്തെ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞേ. നല്ല ഏക്കറേക്കും അപ്പോൾ ആ പോണ കാർക്ക് ഏകദേശം 80-ലൊക്കെയാണ് പോകുന്നുണ്ടാവുക. അങ്ങനെ ഇതിപ്പോൾ ഞാൻ വെട്ടിച്ചിറത്തിട്ട് വെട്ടിച്ചിറ മേലെ കൂടെ പോകുന്നത്, അടിയിലാണ് വെട്ടിച്ചിറ തരണേ. അടിപൊളി സ്പിന്നായി. ഓ കാലെത്തിയാ ഇവിടെയാണോ ഞാൻ അവിടെയാണോ നാവല്ല. ഇവിടെ ഈ ബൈക്കിൻ്റെ റിമ്മൊക്കെ ശരിയാക്കണ ഇവിടെ അറിയാം. അവിടെ ആ സൈഡിലല്ലേ? ആ സൈഡത്തെ കടല. ആ ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ ഒരു സൈക്കിൾ കട ഉണ്ടെന്ന്. അവിടെ നമ്മൾ ഈ സ്പോക്ക് വീലൊക്കെ ബെൻഡ് റെഡിയാക്കുന്നൊക്കെ അവിടെ നിന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എവിടെയോ ഒരു സൈക്കിളും കട ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇതാ തോന്നുന്നു കേട്ടോ. റൈറ്റ് സൈഡിലൊരു കട കാണാം, മേ ബി അതാവാം. കണ്ടെത്തിയതേ വളാഞ്ചേരി കുറ്റിപ്പുറ റോഡിലിടാ. കുറ്റിപ്പുറ റോഡിൽ ഈ കാണുന്ന ATM അതാ, ആ കാണുന്ന ഷോപ്പിനത്. ഇത് കടക്ക് പേരൊന്നും കാണാനല്ല, ഇതാണ് ഷോപ്പ്. നമ്മളിത് ഇതിൻ്റെ റിമ്മ് ലൂസ് ഉണ്ടെന്ന സംശയമുണ്ട്. പിന്നെ സ്പോക്കൊക്കെ ബുള്ളറ്റിൻ്റെ സ്പോക്ക് വീലുണ്ടല്ലോ, സ്പോക്ക് വീലിന് സ്പോക്കൊക്കെ ഒരു ടൈറ്റ് ആയി തരും കേട്ടോ. ഇവിടെ മെയിനായിട്ട് സൈക്കിള് അങ്ങനത്തെ പരിപാടി വരാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ നമ്മളിവിടേക്ക് തപ്പി വന്നാൽ കേട്ടോ. അപ്പോൾ ആരെങ്കിലൊക്കെ ബുള്ളറ്റൊക്കെ ഉള്ളവർ ഇതേപോലെ സ്പോക്ക് ടൈറ്റ് ആക്കാൻ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഇങ്ങോട്ട് വരിക. ഇതേ കാണാം വളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറ റോഡിൽ. ഇതാണ് കട, ഇത്ര ഉള്ളൂടാ കട. ഇതാണ് ഷോപ്പ് വരുന്നത്. ഇവിടെ നമ്മൾ ഈ സൈക്കിളിൽ റിമ്മ് അങ്ങനത്തെ പരിപാടികളൊക്കെ സൈക്കിൾ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടിയുടെ സ്പോക്ക് ചെറുതായിട്ട് ലൂസ് ഉണ്ട്, എങ്ങനെയായാലും ചെറിയ ലൂസ് വരുന്നുണ്ട് സ്പോക്കിനുണ്ട്. അതിന് ബാക്കിൽ ചെറിയൊരു ഇങ്ങനെ ഒരു വബ്ലിങ് വരുന്നുണ്ട്. മേ ബി സ്പോക്ക് ലൂസായിട്ട് ചെറിയ റിമ്മിന് ബെൻഡുണ്ടോ സംശയമുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം, അതാണ് മെയിൻ പരിപാടി. അപ്പോൾ അതിന് വേണ്ടി വന്നത്. അപ്പോൾ അതേപോലെ തന്നെ പണി കിട്ടിയവർ ഉണ്ടെങ്കിൽ ഇതേ വളാഞ്ചേരി ഉണ്ട്, കോട്ടക്കൽ എവിടെയൊക്കെ ഉണ്ട് ഇവിടെ എനിക്കറിയില്ല. അപ്പോൾ വളാഞ്ചേരി കണ്ട ഷോപ്പുണ്ട്. ആ ഷോപ്പിന് പേരൊന്നുമില്ല, ഈ കാണുന്ന കുഞ്ഞു ഷോപ്പാട്ടോ. ഇതേ ഈ റെക്സിൻ കോർണറിന് തൊട്ടടുത്ത് ഈ കാണുന്ന ഷോപ്പ്. അപ്പോൾ സ്പോട്ട് മറക്കണ്ട, അത്യാവശ്യം എല്ലാവർക്കും ഉപകാരപ്പെടും. എങ്ങനെയായാലും ബുള്ളറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടാ ഈ വീഡിയോ. ഓക്കെ, ഞാൻ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇതിൻ്റെ ബാക്കിനെക്കാട്ടി ലൂസ് ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ രണ്ട് നമുക്ക് ടൈറ്റ് ആക്കാം. ഇനിയിപ്പോൾ ഏതായാലും വെച്ചിങ്ങാണ്ട് വെക്കണ്ടല്ലോ, രണ്ട് ടൈറ്റ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ രണ്ടും ക്ലിയർ ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി.
അപ്പോൾ വീൽ അയച്ചിട്ട് ചെയ്യുന്ന ഒന്നും കൂടി വൃത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് നല്ല ലൂസാണ് കേട്ടോ. ഓടിപ്പോൾ നല്ല രീതിയിൽ ലൂസാണ്, അതൊക്കെ നല്ല ലൂസാണ്. അപ്പോൾ വീൽ അയച്ചിട്ട് ചെയ്യുന്നത് വൃത്തിയായിരുന്നു. അപ്പോൾ നമുക്ക് വീൽ അയച്ചിട്ട് ചെയ്യാം, അതാവും ബെറ്റർ. നൈസായിട്ട് ഊരിയെടുത്ത് കേട്ടോ. ബാക്ക് ടയർ ഊരിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കേബിളാണ്, സെൻസർ ABS-ൻ്റെ സെൻസറാണ് ചാൻസ് ഇട്ടത്. ABS ഫ്രണ്ടിലും ബാക്കിലും ABS-ൻ്റെ സപ്പോർട്ട് ചെറുതായിട്ട്, ബാക്കിൽ ചെറിയ ഡ്രമ്മിൽ ABS-ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അതെ വെയിലതാ ഊരെടുത്തിട്ടുണ്ട് കേട്ടോ. തകർപ്പനായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്ക് റിമ്മിൽ സ്പോക്ക് ഉള്ളിൽ ടൈറ്റ് ചെയ്തിട്ടോ, റെഡി ടൈറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. എന്താ പറയുക, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. നല്ല അടിപൊളിയാണ്. മുമ്പൊരു ആൾ നൈസാട്ടോ. എന്താ പറയുക, അങ്ങനെ നമുക്ക് ഫ്രണ്ടും ഒന്ന് ഒരു ടൈറ്റ് ചെയ്യാണ്ട്, ഫ്രണ്ടാണ് ബാക്കത്തിനെക്കാട്ടി ലൂസ് ഫ്രണ്ടിൽ റിമ്മാണ് കേട്ടോ. എന്താ അവസ്ഥ അറിയില്ല. എങ്ങാനും ഫ്രണ്ടൊന്നും അയച്ചു പോകണം. ബാക്ക് വീൽ ഇതേ നമ്മൾ സെറ്റാക്കി ഫ്രണ്ട് വീൽ ഊരിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. അങ്ങനെ നമ്മൾ 2 വീലും ഫുൾ സെറ്റപ്പ് ചെയ്തിട്ടോ. ചെറിയ പൈസ, ഇത് വിചാരിച്ചത്ര പൈസ ഒന്നും ആയിട്ടില്ല. എന്നാലും എനിക്ക് പ്രൊമോഷൻ പറയാമല്ലോ കേട്ടോ. അത് സംഭവം നല്ല അടിപൊളിയായിട്ട് വർക്ക് എടുത്തു തന്നെ കേട്ടോ, ഫുള്ള് സെറ്റ്. അപ്പോൾ ഫ്രണ്ട് വീലും 2 സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഓടിച്ച് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഷോപ്പ് ഇതാണ്, മറക്കണ്ട എല്ലാവരും. കുറ്റിപ്പുറ റോഡിൽ കേട്ടോ. നമുക്ക് ഈ റെക്സിൻ ഷോപ്പിൻ്റെ അടുത്താണ്, തൊട്ടടുത്ത ഷോപ്പ് തന്നെ. സൈക്കിളിൻ്റെ വർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി കണ്ടോ നല്ല സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ബബിൾ ചെയ്തിട്ടോ. അപ്പോൾ ആ ബബിളിംഗ് ഒന്നുമില്ല, പക്ക. അപ്പോൾ ഗൈസ് പരിപാടികളൊക്കെ കഴിഞ്ഞത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കേട്ടോ. അടിപൊളി കേട്ടോ മക്കളെ. ഈവനിങ് ടൈമിൽ ഹൈവേയിലൂടെ ബൈക്കായിട്ട് പോകാൻ വേറെ രസം. അതുപോലെ മോർണിംഗും നല്ല രസം കേട്ടോ. ഫുൾ കോടയൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത വൈബാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബുള്ളറ്റ്, സ്പോക്ക് വീലൊക്കെ ഉള്ള സ്പ്ലെൻഡർ, അതുപോലത്തെ സ്പോക്ക് വീലിൽ ഏത് വണ്ടിയാണെങ്കിലും ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാണിച്ചിരുന്ന ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീലിൻ്റെ ടൈറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ അവർ ചെയ്തു തരും. അപ്പോൾ ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ തപ്പി പിടിച്ച് പോയി ചെയ്തതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇപ്പോൾ വീഡിയോ പുതിയ ആളുകൾക്ക് കാണാൻ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.